ലങ്കാവിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയും ആദ്യത്തെ ദിവസം ഞങ്ങൾ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 3 ദിവസത്തെ കൊലാലംപൂരിലെ സ്റ്റേക്കേഷൻ ഞങ്ങൾ ലങ്കാവിയിലേക്ക് പോവുകയാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ചെക്കൗട്ട് എല്ലാം സിമ്പിളായിരുന്നു. സെൽഫ് ചെക്ക് ഇൻ ആൻഡ് ചെക്കൗട്ട് ആയിരുന്നു. അവിടെ ഒരു ബോക്സ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ആ ഒരു കീ ഇട്ടാൽ മതി. എയർപോർട്ടിലേക്ക് ഞങ്ങൾ ഗ്രാബ് ആപ്പ് വഴി തന്നെയാണ് കാറ് ബുക്ക് ചെയ്തത്. ഏകദേശം 75 റിംഗറ്റ് വന്നു. പിന്നെ അഡീഷണലി കുറച്ച് ഡിസ്കൗണ്ടും കിട്ടിയിരുന്നു. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 3 ദിവസം കൊലാലംപൂർ സ്റ്റേ ചെയ്ത് പിന്നെ ഒരു 3-4 ദിവസം ലങ്കാവിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ഞങ്ങൾ കൊലാലംപൂരിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലൈറ്റിൻ്റെയും ഹോട്ടലിൻ്റെയും ചാർജസ് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഫസ്റ്റ് കൊലാലംപൂർ വന്നിട്ട് ഇവിടെ 4-5 ദിവസം സ്റ്റേ ചെയ്ത് പിന്നെ തിരിച്ച് പോകുന്ന വഴിക്ക് ലങ്കാവിയിൽ പോയാൽ മതി. അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് നല്ലത്. കൊലാലംപൂരിൽ നിന്ന് ലങ്കാവിയിലേക്ക് ഏകദേശം 1 മണിക്കൂറാണ് ഫ്ലൈറ്റിൽ വരുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ഞങ്ങൾക്ക് 4000 രൂപയാണ് ടിക്കറ്റ് വന്നിട്ടുള്ളത്. ലങ്കാവി ഒരു ഐലൻഡാണ്. നിങ്ങൾക്ക് ഫ്ലൈറ്റിന് പുറമെ ബോട്ട് വഴിയും ഒക്കെ പോകാൻ പറ്റും. പക്ഷേ അതിന് കുറച്ച് ബസ്സിന് പോകാനും ടൈം കൺസ്യൂമിങ്ങും എല്ലാം ആണ്. കുറച്ച് ചിലവും കൂടും. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് തന്നെ എടുത്തിട്ടുള്ളത്. കൊലാലംപൂരിലേക്കുള്ള ഞങ്ങളുടെ ഫ്ലൈറ്റ് യാത്ര ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നെങ്കിലും ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. മോൻ നല്ല കരച്ചിലായിരുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ എല്ലാ പ്രശ്നവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലങ്കാവിയിലേക്ക് പോകുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ഉച്ചയ്ക്കാണ് പോകുന്നത്. ഫ്ലൈറ്റ് ടൈമിംഗ് ഉച്ചയ്ക്കാണ്. ഏകദേശം 12 മണിക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ കാണാനെല്ലാം പുറത്ത് കാഴ്ച ഉണ്ടായതുകൊണ്ട് ആൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. ലങ്കാവി ഒരു ഡ്യൂട്ടി ഫ്രീ ഐലൻഡാണ്. അപ്പോൾ ചില ടാക്സ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ പലതും വാങ്ങാൻ കിട്ടും. ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം വാങ്ങാൻ കിട്ടും നമുക്ക് അവിടുന്ന്. ഏറ്റവും കൂടുതൽ വില കുറവ് വരുന്നത് ചോക്ലേറ്റ്സിനും ആൽക്കഹോളിനുമാണ്. നല്ല വിലക്കുറവാണ് അവിടെ. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന സമയത്താണ് നിങ്ങൾ ലങ്കാവിയിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഷോപ്പിംഗ് അവിടുന്ന് ആക്കാം. നല്ല കുറഞ്ഞ വിലയ്ക്ക് നല്ല അടിപൊളി ചോക്ലേറ്റ്, ബ്രാൻഡഡ് ചോക്ലേറ്റ് തന്നെ നമുക്ക് വാങ്ങി പോരാ നാട്ടിലേക്ക്. ഇവിടെ നമ്മൾ ഒരു ദിവസം ഒരു പ്രൈവറ്റ് ഐലൻഡിലാണ് സ്റ്റേ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു താഴെ കാണുന്ന ഇതാണ് ആ ഒരു ഐലൻഡ് എന്നാണ് തോന്നുന്നത്. കടലിനോട് ചേർന്നിട്ടുള്ള എയർപോർട്ട് ആയതുകൊണ്ട് ലാൻഡിംഗ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഫ്ലൈറ്റിലും ഞങ്ങൾക്ക് മീൽസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് പാക്ക് ചെയ്ത് ലഞ്ചിന് കഴിക്കാമെന്ന് കരുതി ഹോട്ടലിൽ പോയിട്ട് ലഞ്ചിന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹോട്ടലിലേക്ക് ഞങ്ങൾ ഗ്രാബ് ആപ്പ് വഴി തന്നെ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ലങ്കാവി ചെറിയൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ കുറേ ബീച്ചുകളെല്ലാം കാണാനുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാറ് റെൻറ്റിന് എടുക്കുകയാണ് നല്ലത്. ഒരു ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടായാൽ മതി. വലിയ ചാർജൊന്നുമില്ല. പക്ഷേ ഞങ്ങളങ്ങനെ ഒരുപാട് സ്ഥലമൊന്നും അങ്ങനെ കാണാനുള്ള പ്ലാനില്ല. ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട 2-3 സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാനുള്ള പ്ലാനേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ റെൻറ്റിന് എടുത്തില്ല. നമ്മൾ ടാക്സി തന്നെ യൂസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കുവയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഒരു ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹോട്ടലിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഗ്രീനിഷ് എന്നാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ പേര്. നമുക്കിവിടെ ഒരു മിനി ഫ്രിഡ്ജും അതുപോലെ വാർഡ്രോബ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഇരിക്കാനുള്ള ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അതുപോലെ 2 ക്യൂൻ സൈസ് ബെഡാണ് ഉള്ളത്. ഞങ്ങൾക്കിപ്പോൾ 4 പേർക്ക് 5 പേർക്ക് സുഖമായിട്ട് തന്നെ അവിടെ കിടക്കാം. പിന്നെ TV, ബാക്കിയുള്ള ചായ കാപ്പി ഉണ്ടാക്കാൻ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ പുറത്ത്. കുവ പോലീസ് സ്റ്റേഷനാണ് മുന്നിലുള്ളത്. അതുപോലെ ഈ ഹോട്ടലിൽ നല്ലൊരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സമയം ഒരുപാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പൂളിൽ ഇറങ്ങാനൊന്നും പറ്റിയില്ല. പക്ഷേ ഈ പൂളിൻ്റെ സൈഡിലിരുന്ന് ഫുഡ് കഴിക്കാനും എല്ലാം നല്ല സെറ്റപ്പാണ്. ബാത്റൂമും അത്യാവശ്യം വലിപ്പവും വൃത്തിയുള്ളൊരു ബാത്റൂം തന്നെയാണ്. ടോയ്ലറ്ററീസ് കാര്യങ്ങളെല്ലാം അവർ തരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അടക്കം ഞങ്ങൾക്ക് മോനടക്കം 5 പേർക്ക് ഏകദേശം 5500 രൂപയാണ് 2 ദിവസത്തേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഡിന്നറിനൊക്കെ അവർ കൊടുക്കുന്ന ഫുഡായാലും ഏകദേശം ഒരു 14 റിംഗറ്റിന് ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഫുഡുണ്ട്. ആ റേറ്റിനൊന്നും ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ എന്തായാലും സ്റ്റേ ചെയ്യാം. റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ് ഞങ്ങൾ പോയത്. വാത്കോ വനാരം എന്നാണ് പേര്. ഒരു ചെറിയൊരു ടെമ്പിളാണ്. നമുക്ക് കുറച്ച് നേരം അവിടെ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ പോയാൽ മതി. അത്ര വലിയ അട്രാക്ഷൻസ് ഒന്നുമല്ല. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് പോയിന്നേ ഉള്ളൂ. ഈ പാറയിൽ കുത്തിയെടുത്ത ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു ആണ് ഇവിടുത്തെ ഒരു കാണാനുള്ള അട്രാക്ഷൻ കേട്ടോ. അതിൻ്റെ ആ പോകുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയൊരു സൂം ഒക്കെ ഉണ്ട്. അത് താല്പര്യമുള്ളവർക്ക് അവിടെ വിസിറ്റ് ചെയ്യാം. കുഴപ്പമില്ലാത്ത ടിക്കറ്റ് റേറ്റ്. പിന്നെ അത്ര വലിയ സൂ ഒന്നും അല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒന്നും പോകാൻ നിന്നില്ല. പിന്നെ ടൈമും കൂടുതൽ പോകും അവിടെ പോയാൽ. അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി പോകാമെന്ന് കരുതി.
അവിടുന്ന് നേരെ ഞങ്ങളുടെ ലങ്കാവിയുടെ ഒരു ഐക്കോണിക് സ്പോട്ടായ ഈ ദത്തറാങ് എന്നുള്ള സ്ഥലത്താണ് പോയത്. ഈ ഒരു ഗരുഡൻ്റെ സ്റ്റാച്യു ഒക്കെ ഉള്ള സ്ഥലമാണ്. ഈവനിങ് മൊത്തം ഞങ്ങൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അവിടുന്ന് പുറത്തിറങ്ങി കുവ ടൗണിൽ തന്നെയാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. റോഡ് സൈഡിലുള്ള ഒരു ഹോട്ടലിലാണ് കഴിച്ചത്. റോഡ് സൈഡായിട്ട് കാര്യമില്ല, അത്യാവശ്യം നല്ല കത്തി തന്നെയാണ്, ടൂറിസ്റ്റിനെ നന്നായിട്ട് പിഴിയുന്നുണ്ട്. അച്ഛനും അമ്മയും വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് അവർക്ക് ഉള്ള ഫുഡ് കിട്ടാൻ കുറച്ച് നല്ല കഷ്ടപ്പാടായിരുന്നു. ഇവിടെ നിന്ന് വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചുള്ളതാണ് ഉള്ളത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുക്ക് ചെയ്ത് തരാൻ റെഡി ആയിട്ടിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. നാളെ നമ്മളൊരു അടിപൊളി കേബിൾ കാർ റൈഡിൽ നമ്മൾ ഒരുപാട് സിനിമകളിലെല്ലാം കണ്ടിട്ടുള്ള ഒരു സ്കൈ ബ്രിഡ്ജ് കാണാനാണ് പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.